നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ വാർത്ത നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം, എന്നാൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിചിത്ര കാര്യങ്ങളാണ്. ട്രംപും പുതിനും ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഒരു വശത്ത് ട്രംപ് ഇറാനെ ഭയപ്പെടുത്തുന്നു, 4 മണിക്കൂർ കൊണ്ട് ഇറാൻ എന്ന നാഗരികത തങ്ങൾ ഇല്ലാതാക്കുമെന്ന്. ഇറാനോട് നിർത്തിക്കോ എന്ന് കൽപ്പിക്കുന്ന ട്രംപ് മറുവശത്ത് ഇറാൻ ട്രംപിനെ വിരട്ടാൻ നോക്കുന്നു. ഒടുവിൽ ട്രംപ് ഏകപക്ഷീയമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. വെടിനിർത്തൽ കരാറിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് പാകിസ്ഥാൻ വീമ്പിളക്കുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറന്നുകൊടുക്കുമെന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകുന്നു. എന്നാൽ ഇസ്രായേൽ ലെബനൻ ആക്രമിച്ചു എന്ന പേരിൽ പിന്നീട് ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം മുറുക്കിയ ഇറാൻ വീണ്ടും തിരിച്ചടിക്കുമെന്ന ട്രംപിന്റെ വിരട്ടൽ. ഒടുവിലിത മറ്റൊരു കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ട്രംപും ഇറാനും ചേർന്ന് കപ്പലുകളെ ടോൾ പിരിക്കുമത്രേ. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് ഉടൻ നിർത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങൾ പിരിവുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന് ഇറാൻ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നു. കപ്പലുകളിൽ നിന്ന് ക്രിപ്റ്റോ കറൻസി വഴിയായാണ് ഫീസ് ഇറാൻ ഈടാക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കൂ, സുരക്ഷിതത്വവും സ്വതന്ത്രവുമായ യാത്ര ഉറപ്പുവരുത്തണം. ഈ നിബന്ധനയോടെയാണ് 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് താൻ അംഗീകാരം നൽകിയത്. ഇത് ലംഘിക്കാതിരിക്കുന്നതാണ് ഇറാന് നല്ലത്. ഇറാൻ ഇനിയൊരിക്കലും ആണവായുധം സ്വന്തമാക്കില്ല, അതിന് കാരണം താൻ തന്നെയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാനും US-ഉം ചേർന്ന് ടോൾ പിരിക്കുന്ന ആശയം ട്രംപ് ആലോചിക്കുന്നുവെന്നാണ് ഈ വാർത്ത. മനോഹരമായ ആശയമെന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരമൊരു ആശയം വാർത്തകൾ വഴി പുറത്തേക്ക് വിട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ് ട്രംപിന്റെ തന്ത്രം. എണ്ണക്കപ്പലുകളിൽ നിന്ന് ഓരോ ബാരലിനും $1 വീതം തീരുവ പിരിക്കാനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത്. നിലവിൽ ഹോർമുസ് കടലിടുക്ക് കടക്കാനായി ഇറാന്റെ അനുമതി കാത്തുകിടക്കുന്നത് 230 എണ്ണക്കപ്പലുകൾ. ഹോർമുസ് കടലിടുക്കിൽ ഇത്തരം നിയന്ത്രണങ്ങൾ പാടില്ല എന്ന് UAE, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന്റെ വിചിത്രമായ നീക്കം. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ നാറ്റോ സഖ്യരാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം യുദ്ധത്തിൽ പങ്കാളികളാവണമെന്ന് അമേരിക്ക പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ യുദ്ധം തങ്ങളുടേതല്ല എന്ന നിലപാടാണ് പൊതുവെ നാറ്റോ സഖ്യരാജ്യങ്ങൾ കൈക്കൊണ്ടത്. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് തങ്ങൾ കടന്നുവരില്ല എന്ന നിലപാടുമെടുത്തു. പുടിന്റെയും ട്രംപിന്റെയും ഒക്കെ നിലപാടുകൾ കൊണ്ട് തങ്ങൾ മടുത്തുവെന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ പ്രതികരണം. UK-യിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്ന് കെയർ സ്റ്റാമർ മനസ്സിലാക്കുന്നു. കെയർ സ്റ്റാമറുടെ പ്രതികരണത്തെ തുടർന്ന് വൈറ്റ് ഹൗസ് വക്താവ് അന്ന കെല്ലി ഒരു പ്രസ്താവന ഇറക്കി. ചില ലോക നേതാക്കൾ പതിറ്റാണ്ടുകളായി ഇറാൻ ഭീഷണിയെക്കുറിച്ച് പറയുന്നു, എന്നിട്ടും ഒന്നും ചെയ്യാതിരുന്നു അവർ. പ്രസിഡന്റ് ട്രംപാണ് ധൈര്യത്തോടെ എന്തെങ്കിലുമൊക്കെ നടപടികളെടുത്തത്. ഇറാൻ ഒരിക്കലും ആണവായുധം കിട്ടില്ല, സമാധാന കരാറിന് വഴിയൊരുങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആശങ്കപ്പെടുന്നുവെന്നാണ് വൈറ്റ് ഹൗസിന്റെ ചോദ്യം. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ നിർത്തിവെക്കണമെന്ന് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. ലെബനനിൽ കൂടി വെടിനിർത്തൽ ധാരണ ഏർപ്പെടുത്തണമെന്നാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. രാജ്യാന്തര എണ്ണവില ഓരോ മണിക്കൂറിലും ഉയരുന്ന കാഴ്ച മറുവശത്ത്. ഇത് അസ്വസ്ഥപ്പെടുത്തുന്നത് കൂടുതലായി യൂറോപ്യൻ രാജ്യങ്ങളെ. ഹോർമുസ് കടലിടുക്കിൽ ഇന്ധന ടോൾ പിരിക്കാൻ തീരുമാനിച്ചാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ തന്നെ. ഒരു കാരണവശാലും സ്വതന്ത്രമായി ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിമാരകമായ യുദ്ധം അകലെയല്ല എന്ന് ലോകം ഭയപ്പെടുന്നതിനിടയിലാണ് ഇറാനും US-ഉം ചേർന്ന് ഹോർമുസ് കടലിടുക്കിൽ ടോൾ പിരിക്കുമോ എന്ന സംശയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. ലെബനൻ വിഷയത്തിൽ അടക്കം ചർച്ചയാകാം എന്ന പൊതുനിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. ലെബനൻ മണ്ണിൽ തങ്ങൾക്ക് കൂടുതൽ ബഫർ സോൺ പ്രദേശം വേണം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കും. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചയ്ക്കൊരുങ്ങുകയാണ് മറുവശത്ത്. എങ്കിലും വാക്പോരിന് യാതൊരുവിധ ശമനവുമില്ല. ഇറാനിൽ വിജയാഘോഷ റാലി അടക്കം സംഘടിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു. ലെബനനും വെടിനിർത്തൽ ധാരണയുടെ ഭാഗമാണ് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഫ് X-ൽ വ്യക്തമാക്കി. മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ആളുകളിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ഇതിനെ അതിനിശ്ചിതമായി ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിമർശിച്ചു.
ലെബനൻ വെടിനിർത്തൽ ധാരണയുടെ ഭാഗമല്ല, അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ച മാത്രം നിങ്ങൾ ചർച്ച ചെയ്താൽ മതിയെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പാകിസ്ഥാനോട് പറഞ്ഞത്. ഇതോടെ കലിപൊട്ടി നെതന്യാഹുവിനെതിരെ പാകിസ്ഥാൻ ഇറങ്ങി. ഇസ്രയേലിനെ മനുഷ്യരാശിയുടെ ശാപം എന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നിശ്ചിതമായ വിമർശനം ചൊരിഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇതിന് ശക്തമായ മറുപടിയും കൊടുത്തു. ഇസ്രയേൽ നിരപരാധികളായ പൗരന്മാരെ കൊന്നൊടുക്കുന്നു. ആദ്യം ഗാസ, പിന്നെ ഇറാൻ, ഇപ്പോൾ ലെബനൻ. രക്തച്ചൊരിച്ചിൽ തടസ്സമില്ലാതെ തുടരുന്നു. ഈ ക്യാൻസർ ബാധിച്ച രാജ്യം സൃഷ്ടിച്ചവർ നരകത്തിൽ പോകട്ടെ എന്നാണ് ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ. എന്നാൽ സമാധാന ശ്രമങ്ങളുടെ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഒരാളുടെ നാവിൽ നിന്ന് വീഴേണ്ടതല്ല ഈ വാക്കുകൾ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറും പാകിസ്ഥാൻ നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചു. ഇസ്രയേലിനെ ക്യാൻസർ എന്ന് വിളിക്കുന്നത് രാജ്യത്തിന്റെ നാശത്തിനായുള്ള ആഹ്വാനമാണ്. തങ്ങളെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത തീവ്രവാദികളെ ഇസ്രയേൽ പ്രതിരോധിക്കുമെന്നും അവരെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുമെന്നും ഇസ്രയേൽ ആവർത്തിച്ചു. ഇത് പാകിസ്ഥാന് കൂടിയുള്ള മുന്നറിയിപ്പാണ്. ലോകം ഉറ്റുനോക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയൊരുക്കുകയാണ് മറുവശത്ത് ഇസ്ലാമാബാദിൽ. US ഇറാൻ ചർച്ച നാളെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ. ഇസ്ലാമാബാദ് നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ സെറീനയാണ് ചർച്ചാവേദി. ഹോട്ടലിലെ മറ്റെല്ലാ താമസക്കാരെയും ഞായറാഴ്ച വരെ ഒഴിപ്പിച്ചു. ഹോട്ടലിന്റെ 3 കിലോമീറ്റർ പരിസരം ലോക്ക്ഡൌണായി പ്രഖ്യാപിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിലേക്ക് തിരിച്ചിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ചകൾ വിജയിക്കുമെന്നും എന്നാൽ ഇപ്പോൾ പ്രധാന തടസ്സം ഇസ്രയേലാണ് എന്നും ഇറാൻ പറയുന്നു. ലെബനൻ പ്രശ്നം തന്നെയാണ് വെടിനിർത്തൽ ലംഘനമായി തങ്ങൾ കരുതുന്നത്. തൽക്കാലത്തേക്ക് ഇറാൻ ലെബനനുമായി ചർച്ച നടത്തുക, ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. 2 വിഷയങ്ങളിലാണ് ഇറാനുമായുള്ള മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടുന്നത് എന്ന് മധ്യസ്ഥർ പറയുന്നു. 1 ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം, 2 ഇറാന്റെ ആണവ പദ്ധതി, 3 ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം. ഈ 3 വിഷയങ്ങളിൽ കടുത്ത ആശയഭിന്നത തുടരുകയാണ്. ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ കടുപ്പിച്ചാൽ പശ്ചിമേഷ്യയിൽ ചൈന ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി വളർത്തുവരുമെന്ന വിദഗ്ധരുടെ സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മറ്റൊരു തലത്തിൽ ഇപ്പോൾ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ചൈന നേരത്തെ ഇറാന് നൽകിയിരുന്ന സാമ്പത്തിക പിന്തുണയിൽ വലിയ വെട്ടിക്കുറവുകൾ വരുത്തി. എന്നാൽ ഇറാന്റെ ഏറ്റവും വലിയ നയതന്ത്ര സഖ്യകക്ഷികളിലൊന്നായി ഇപ്പോഴും ചൈന തുടരുന്നു. കോവിഡ് വ്യാപനത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ ചൈന നിക്ഷേപം വർദ്ധിപ്പിച്ചിരുന്നു. ഗൾഫ് മേഖലയിലെ നിക്ഷേപകർ എണ്ണ വിപണിക്കുപരിയായി ഗ്രീൻ ടെക്നോളജിയിലടക്കം വൻ നിക്ഷേപങ്ങൾ നടത്തി. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയ്ക്ക് വൻ നിക്ഷേപ പദ്ധതികളുള്ള പ്രദേശമാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് US വായ്പയായി നൽകിയ തുകയേക്കാൾ 10 മടങ്ങ് കൂടുതലാണ് ഇപ്പോൾ ചൈന നൽകിയിരിക്കുന്ന വായ്പകൾ. ഗൾഫിൽ ചൈനയുടെ പങ്കാളിത്തം ഉയർന്നിരിക്കുന്നു. ചൈന ഇപ്പോൾ ഇറാനെ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഗൾഫിലെ പല ആസ്തികളുടെയും വിലയിൽ വൻ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഗൾഫിലെ തങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള അവസരം തുറന്നു കിട്ടി. അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കാൾ സുരക്ഷിതം ചൈനീസ് നിക്ഷേപ പദ്ധതികളാണ് എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ ആസ്തികൾക്ക് നേരെ ഇറാൻ അതിതീവ്രമായ ആക്രമണങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ പ്രതിരോധ മേഖലയിലേക്കടക്കം ചൈന കടന്നു കയറുമോ എന്ന ഭീതി അമേരിക്കയ്ക്കുണ്ട്. പശ്ചിമേഷ്യയിലെ സാഹചര്യം മാറുമ്പോൾ ചൈനയ്ക്ക് ദീർഘകാല അവസരങ്ങളാണ് അവിടെ തുറന്നു കിട്ടുക. അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടി അമേരിക്കയിന്മേലുള്ള വിശ്വാസ്യതയെ ബാധിച്ചു. ഇത് യുദ്ധാനന്തരം ചൈനയ്ക്ക് കൂടുതൽ സാമ്പത്തിക പങ്ക് വഹിക്കാൻ അവസരം തുറന്നു കിട്ടി. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ അവരുടേതായ കാരണങ്ങളുണ്ടാവാം. എന്നാൽ ധിക്കാരപരമായ സമീപനങ്ങളാണ് ഇപ്പോഴും ഇറാൻ പുറത്തെടുക്കുന്നത്. മൊജ്തബ ഖമനേയുടേതെന്ന പേരിൽ ഇപ്പോൾ പുറത്തിറക്കിയ പ്രസ്താവനയിലും ഈ ധിക്കാരം സ്പഷ്ടമാണ്. മിസൈലുകളും ഡ്രോണുകളുമൊക്കെ വിക്ഷേപിക്കാൻ ഇപ്പോഴും അവർക്ക് കഴിയുന്നു. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഡൊണാൾഡ് ട്രംപിനെ പരിഹസിക്കുന്ന AI വീഡിയോകൾ നിരന്തരം പുറപ്പെടുവിക്കുന്നു. ജാഗ്രതയ്ക്കേറെ പേരുകേട്ടയാളായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസിന്റെ തീവ്രവാദ ആക്രമണം, അതോടെ ഇസ്രയേലിന്റെ ജാഗ്രത പരക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിനുശേഷം ഇറാൻ പ്രോക്സികളെ തീർക്കുകയും തുടർന്ന് ഇറാനെ ആക്രമിച്ച് തളർത്തുകയും ചെയ്യുക ഇസ്രയേലിന്റെ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിലേക്കാണ് പിന്നീട് അമേരിക്ക പതിച്ചത്. യുദ്ധത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ മിഡിൽ ഈസ്റ്റിലും അതിനപ്പുറവുമൊക്കെ പ്രതിധ്വനിക്കും. ഗൾഫിലെ സമ്പന്ന രാജവാഴ്ച കുടുംബങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ബിസിനസ്, ടൂറിസം, വ്യോമഗതാഗതം എന്നിവയുടെ ആഗോള കേന്ദ്രമാക്കി ഗൾഫ് രാജ്യങ്ങളെ മാറ്റിയിരുന്നു. ഗൾഫിൻ്റെ സാധ്യതകൾ എല്ലാ കാലത്തും യൂറോപ്യൻ യൂണിയനും
യഥാവിധി ഉപയോഗപ്പെടുത്തി. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും നിർണായകമായ യുദ്ധവേളയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നാറ്റോ സഖ്യരാജ്യങ്ങൾ പിൻവാങ്ങിയത് അമേരിക്കയെ വല്ലാതെ ചുടിപ്പിച്ചു. ഇതോടെ അമേരിക്കയ്ക്ക് മാത്രമല്ല മേഖലയിൽ ഉണ്ടാകുന്ന ക്ഷീണം, നാറ്റോ സഖ്യരാജ്യങ്ങൾക്കും ഇനി ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വിശ്വാസ്യത ലഭിക്കില്ല. വെടിനിർത്തലിനെ തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരവധി പ്രകോപനങ്ങൾ. ഇതിനെ തുടർന്ന് തങ്ങൾ സമാധാന ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞു. ഹോർമിസ് കടലിടുക്ക് വീണ്ടും തുറക്കാതിരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങുക എന്ന ഒരൊറ്റ പോംവഴി മാത്രമായിരിക്കും ട്രംപിന് മുന്നിൽ. ഇറാന്റെ നിലപാടുകൾ അതേപടി നിലനിർത്തുന്ന ഒരു നിർദ്ദേശം പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വയ്ക്കുന്നുവെന്ന പരാതിയാണ് ഇസ്രയേൽ ഉയർത്തുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും സങ്കീർണമായ തലത്തിലേക്ക് ഈ വെടിനിർത്തൽ ചർച്ചകൾ എത്തുന്നു. എന്നാൽ അതിലപ്പുറം ഇസ്രയേൽ അമേരിക്കൻ ഇറാൻ ചർച്ചകളെ സംശയത്തോടെയാണ് കാണുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇനി അമേരിക്കയും ഇറാനും ഒരുമിച്ച് ടോൾ പിരിക്കാൻ ഇറങ്ങുമോ എന്ന് ഭയപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളും. ആകെ വിചിത്രമാണ് പശ്ചിമേഷ്യയിലെ ഈ കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.